നമസ്കാരം സുഹൃത്തുക്കളെ. രാജ്യം സ്വാതന്ത്ര്യദിന സ്മരണകൾ പങ്കുവയ്ക്കുന്ന ഈ വേളയിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം കോട്ടയം ജില്ലയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക സ്വാതന്ത്ര്യ സമര സേനാനിയായ മങ്കുഴിയിൽ ശ്രീ MK രവീന്ദ്രൻ വൈദ്യർ എന്ന വൈദ്യരച്ഛനോടൊപ്പം ഏതാനും നിമിഷങ്ങൾ ചെലവഴിക്കാനായിട്ട് നിങ്ങളെയും ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതാണ് വൈദ്യരച്ഛൻ താമസിക്കുന്ന വീട്. ഇത് കോരുത്തോട് നിന്നൊരു 4 കിലോമീറ്റർ ബാക്കിലാണ്, മുണ്ടക്കയം കോരുത്തോട് റോഡിൽ. വൈദ്യരച്ച വരുന്നു. അതെ വരുന്നു. അതാ അറിയണ്ടേ. ഇതൊരു ഇന്റർവ്യൂ ആയിട്ട് കൂട്ടണ്ട. അച്ഛനെ ഇന്റർവ്യൂ ചെയ്യാനൊന്നും ഞാനായിട്ടില്ല. ഇത് വെറുതെ നമ്മൾ ഒരു സൗഹൃദ സംഭാഷണമൊന്നുമില്ല. കാപ്പി കുടിച്ചില്ലേ? കാപ്പി കുടിച്ചു. അതെ. ഇന്ന് യാത്രകളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് കുളിക്കാനുള്ള പരിപാടി അല്ലേ? അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വന്ന് സമയം കളയുന്നല്ലേ. ഞാൻ കണ്ടിട്ട് തന്നെ ഒരുപാട് ദിവസങ്ങളായല്ലോ. അച്ഛനാ ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 2 മാസം കൊണ്ടായെന്ന് തോന്നുന്നു ആ കോരുത്തോട്ട് വെച്ച് നമ്മൾ കണ്ടോളൂ അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ കണ്ടേയില്ല. ഇറങ്ങുന്നില്ലേ ഇപ്പൊ കോരുത്തോട്ടിന്? ഇറക്കമില്ല. ശരി. ഞാൻ ഈയിടെ വന്നെന്ന് പറയുന്നത് ഏതാണ്ടൊരു കാര്യത്തിനാണല്ലോ, ഒരു മരണം സംബന്ധിച്ച് കോരുത്തോട്ടിന് വന്ന്. ശരി. ഇനിയിപ്പോ കുളിയുടെ ഭാഗമൊക്കെ അല്ലേ? കുളിയുടെ ഭാഗം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലേ ഇപ്പം ആരോഗ്യപരമായ? മരുന്നുണ്ട്, അതിനുള്ളേ ഉള്ളൂ. അല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് പോണോ? ഇടയ്ക്കിടയ്ക്ക് പോകും. ശരി. ഉണ്ട് ഇവിടെ മതി. നമ്മുടെ കുന്നേല ആശുപത്രിയിലെ ചെയ്യാവോ? ചെയ്യാം. ശരി. അങ്ങനെ ബിജുമോഹൻ ഡോക്ടറുണ്ട്. ബിജുമോഹൻ എനിക്കറിയാം. മതി ഹാർട്ടിന്റെ പുള്ളിയായ എനിക്ക് വേണ്ടി. ശരി. അപ്പൊ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് എന്നാ ഇപ്പം ചോദ്യമായിട്ടല്ല, അച്ഛന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനത്തിന് വല്ല സന്ദേശമോ കാര്യങ്ങളോ എന്തെങ്കിലും ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൊടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ. നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംഭവത്തിൻ്റെ ഒരു പ്രാധാന്യം, അതിൽ ഉൾപ്പെട്ട ഒരു ആളെന്നുള്ള തരത്തിൽ വളരെ ബഹുമാനത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും പറയേണ്ട ഒരു സന്ദർഭമാണ് ആഗസ്റ്റ് 15 എന്ന് പറയുന്നത്. 15-ാം തീയതിയാണ് സ്വാതന്ത്ര്യദിനം നാം ആഘോഷിക്കുന്നത്. എണ്ണമറ്റ ധീരദേശാഭിമാനികൾ തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ച് നേടിയെടുത്തതാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട കർത്തവ്യവും ഇന്നത്തെ തലമുറയ്ക്കുണ്ട്. അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വ്യാപ്തിയും ചരിത്രപരമായി പറഞ്ഞ് അറിഞ്ഞിട്ടുള്ളതല്ലാതെ അതിനകത്ത് സംബന്ധിച്ച് ഒരാളെന്നുള്ള തരത്തിൽ അതിനൊരു പ്രത്യേകത വേറെയുമുണ്ട്. നമ്മൾ രാഷ്ട്രീയമായ ആ സ്വാതന്ത്ര്യം ലഭിച്ചതിനോടൊപ്പം അത് പൂർണ്ണതയിലെത്തണമെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സഫലീകരിക്കണം. നമ്മുടെ രാജ്യത്ത് വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്. ജാതീയമായ സംഘർഷാവസ്ഥകൾ അത് മാറിക്കിടുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്ന ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ കാര്യം. ഇന്നത്തെ അഴിമതിക്കും അക്രമത്തിനും കൂട്ടുനിൽക്കാതെ അതിനെതിരായ നിലയിൽ നമ്മുടെ ജനതയെ മുൻപന്തിയിൽ കൊണ്ടുവരണം. ഇന്ന് നമ്മൾ ലഹരിയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിഷമിപ്പിക്കുന്നത്. ആ ലഹരി വിരുദ്ധ സംഗതിയിൽ നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളെ ബോധവൽക്കരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം കൈവരിക്കുക എന്നുള്ള മഹനീയമായ കൃത്യം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ. ഇന്ന് നമ്മളുടെ ചെറുപ്പക്കാർ
പല വിധത്തിലുമുള്ള അബദ്ധത്തിൽ സഞ്ചരിക്കുന്നതായി പത്രവാർത്ത മുഖാന്തരം നമുക്ക് കാണുവാൻ സാധിക്കും. അവയെല്ലാം നമുക്ക് മാറ്റി ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്കർഷത്തിന് വേണ്ടി അത് നമ്മുടെ രാജ്യത്ത് സാമൂഹ്യ തലത്തിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ നമ്മുടെ സാമൂഹ്യ തലത്തിൽ മുന്നേറി വരണം. അതാണ് നമ്മുടെ ആവശ്യം. നമുക്ക് കിടപ്പാടമില്ലാത്തവന് കിടപ്പാടവും, വസ്ത്രമില്ലാത്തവന് വസ്ത്രവും, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടവും കൊടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ ഈ പിന്നോക്കാവസ്ഥയെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഞങ്ങൾ കഴിച്ച ആ ത്യാഗത്തിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. അതാണ് പ്രധാനമായും. അത് പൂർണ്ണതയിൽ ആ സ്വാതന്ത്ര്യം രാഷ്ട്രീയമല്ലാതെയും സാമൂഹ്യ തലത്തിലും മുന്നേറിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ ആ പ്രവൃത്തിയിൽ ആ ത്യാഗത്തിന് ഉള്ള ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. ഒരർത്ഥം ഉണ്ടാകുകയുള്ളൂ. അതാണ് നമുക്ക് ശരിയാ, വളരെ ശരിയാണ്. അതുകൊണ്ട് അതിനായി കൂട്ടായി നമുക്ക് ഏകോത്തര സഹോദരന്മാരെ പോലെ കൈകോർത്ത് ഈ അപജയത്തിനെ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ഉത്കർഷം ഉണ്ടാക്കി ഒരു നവഭാരതം അല്ലെ ഒരു ഉണ്ടാകാൻ ഉള്ള ഒരു സംരംഭം ചെറുപ്പക്കാരായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം. ഈ സ്വാതന്ത്ര്യ ദിനത്തിന് മുന്നോടിയായി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. അഖണ്ഡതയും സൂക്ഷിക്കണം, നീതിബോധം നമുക്കുണ്ടായിരിക്കണം, പരസ്പര സ്നേഹമുണ്ടായിരിക്കണം, ത്യാഗം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ആവശ്യം അതിനെല്ലാവരും മുൻകൈ എടുക്കണമെന്നുള്ളതാണ്. സ്വാർത്ഥതയും സ്വജനപക്ഷപാതവും ഇല്ലാത്തൊരവസ്ഥ നമുക്കുണ്ടാവും. അതെ അതെ നമ്മുടെ അധ്യാപകരോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാകണം. നാം കാത്തു സൂക്ഷിച്ച ആ പാരമ്പര്യ സിദ്ധി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഒരു ഉത്കർഷത്തിന് വഴി ഉണ്ടാവൂ. ഒരു ഇൻ്റർവ്യൂ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നിപ്പം നാളെ വരും വേറെ. ഇപ്പൊ സ്വാതന്ത്ര്യം വരുന്നുള്ളതുകൊണ്ട് ഇനി അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ വരും. അതിനൊക്കെ നേരത്തെ പറഞ്ഞിരിക്കുക. ശരിയാ ശരി. ഇനിയിപ്പം എന്റെ കാലം കൂടെ കഴിഞ്ഞാൽ ഈ കോട്ടയം ജില്ലയിലെ ആരുമില്ല. കോട്ടയം ജില്ലയിലെ പിന്നെ ജീവിച്ചിരിക്കുന്ന ഏക ആളാണ് വൈദ്യരച്ചനോ. അത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞാൻ അന്വേഷിച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഇവിടെ ഇൻഫർമേഷൻ നിങ്ങൾ മാത്രമേ ഉള്ളെന്നാണ്. ശരി, ഇതൊക്കെയാണ് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഇത് വൈദ്യരച്ചന് ലഭിച്ച പല മേഖലകളിൽ നിന്നും പല ഉന്നതനോടൊപ്പമുള്ള ഫോട്ടോകൾ, അതുപോലെ കിട്ടിയ പുരസ്കാരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വെറുതെ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് എടുത്തെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു കാര്യങ്ങളും കൂടി ഇവിടെ ഉണ്ട്. വൈദ്യരച്ചനോട് കൂടെ തന്നെ ഇങ്ങനെ ഒരു സംഭവങ്ങളും കൂടിയൊക്കെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി അങ്ങ് എടുത്തെന്നുള്ളതേ ഉള്ളൂ. ശരി സുഹൃത്തുക്കളെ, വൈദ്യരച്ചന് നൽകാനുള്ള സന്ദേശങ്ങൾ എല്ലാവരും കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.